ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുണ്ടാ ഞാനിവിടെ ജയിലിൽ പെട്ടുപോയിക്കാ. ഞാനിപ്പോൾ എങ്ങനെ പെട്ടുപോയെന്ന് അറിയണമെങ്കിൽ നിങ്ങളത് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അന്നേരം എല്ലാം മനസ്സിലാവും. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടണം. എല്ലാത്തിനും കാരണക്കാരൻ ആ സൂപ്പർമാനാ. ഞാനവനെ വെറുതെ വിടില്ല. പക്ഷേ എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ പഴയ ഹൾക്കല്ലേ, എനിക്കിപ്പോൾ പവേഴ്സ് ഒന്നുമില്ല. ആ സൂപ്പർമാനില്ലേ, എൻ്റെ മേത്ത് എന്തോ ലേസറൊക്കെ വിട്ടു. അന്നേരം എൻ്റെ എല്ലാ പവേഴ്സും പോയി. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ജയിലിൽ നിന്ന് സുഖമായിട്ട് ചാടാൻ പറ്റിയേനെ. ഈ ബിൽഡിംഗ് എനിക്ക് പൊളിക്കാൻ പറ്റിയേനെ. ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഞാനിപ്പോൾ ജയിലിൽ പെട്ടുപോയിക്കാ. ഇനി കുറച്ച് കഴിഞ്ഞാലേ ഈ പോലീസുകാർ എന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവിടെ എത്തിയിട്ട് എന്തുട്ടാണോ സംഭവിക്കാൻ പോണേ. ഹലോ സാറേ, അതെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? എനിക്കിപ്പോൾ പവേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഞാനിപ്പോൾ പഴയ ഹൾക്കല്ല, ഞാനിപ്പോൾ സാധാരണ ഒരു മനുഷ്യനാ. പവേഴ്സ് ഒന്നുമില്ല. എനിക്കൊരു സിറ്റിയിൽ അലമ്പടാക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? എടാ ഹൾക്കേ, നിന്നെപ്പോ വെറുതെ വിട്ടാലേ ശരിയാവില്ല. നീ ഇപ്പൊ സിറ്റിയിൽ കാട്ടിക്കൂട്ടിയതേ ചില്ലറ പരിപാടി ഒന്നുമല്ല. നിന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. നമ്മൾ പിന്നെ ആദ്യം വിചാരിച്ചത് നിന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. നിനക്കിനി വധശിക്ഷയെ കിട്ടാൻ പോണേ. ഏ, വധശിക്ഷയാ? എന്നെ തൂക്കിക്കൊല്ലാൻ പോവാണോ? സാറേ, അതിൻ്റെ ആവശ്യമുണ്ടാ? അതിന് മാത്രം ഞാൻ ഒന്നൊരു തെറ്റ ചെയ്തേ. അത് ശരി, നീ അപ്പോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? നീ എത്ര പേരെ കൊന്നളഞ്ഞേ, എത്ര വണ്ടികളെ കത്തിച്ചളഞ്ഞേ. അത് മാത്രല്ല, നീ അലമ്പുണ്ടാക്കാനായിട്ട് പുതിയ സിറ്റിയിൽ വരെ പോയി. കറക്റ്റ് ടൈമിലാണ് ആ സൂപ്പർമാൻ വന്നേ. ഇല്ലെങ്കിൽ ഈ സിറ്റിയുടെ കാര്യത്തിൽ തീരുമാനമായേനെ. എന്തൊട്ടായാലും നമ്മൾ നിന്നെ തൂക്കിക്കൊല്ലാൻ പോവാ. നിനക്കിനി 1 മണിക്കൂർ മാത്രം സമയമുള്ളൂ. അയ്യോ, ഇവിടെ ഇപ്പോൾ ശരിക്കും പണിപ്പാളിയല്ലോ. എനിക്ക് വധശിക്ഷയെ കിട്ടാൻ പോണേ. എന്നെ ഈ പോലീസുകാർ തൂക്കിക്കൊല്ലാൻ പോവാ. ഇങ്ങനെ പോയ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്തപ്പോൾ ചെയ്യുക? ഒരു മിനിറ്റ്, എൻ്റെ കയ്യിലേ മൊബൈൽ ഫോണുണ്ട്. ഓ, ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം ആലോചിച്ചില്ല ഏട്ടാ. ഇവിടുത്തെ പോലീസുകാർ പിന്നെ മണ്ടന്മാരാ. അവന്മാരെൻ്റെ മൊബൈൽ എടുത്തു വെച്ചില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ആ പോലീസുകാരനിപ്പോൾ അവിടെ നിൽക്കണേ. അയാൾക്കിപ്പോൾ എന്നെ കാണാൻ പറ്റണില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. അളിയൻ്റെ മോളെ വിളിക്കാം. അവൾ വന്നിട്ട് എന്തായാലും എന്നെ രക്ഷിക്കും. Meanwhile, ഓക്കെ, നമ്മുടെ ഹൾക്കപ്പോ ഇവിടെയാണ് ഇരിക്കണേട്ടാ. നമുക്ക് ഇവിടെ രക്ഷിക്കാം. എന്റെ അമ്മച്ചി നൈസായിട്ട് തലയിടിച്ച് വീണേ. ആ ഭാഗ്യം ഒന്നും പറ്റിയില്ല. എടാ ഹൾക്കേ, നീ ഇവിടെ ഉണ്ടാ? എനിക്ക് നിന്നെ കാണാനില്ല. ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. എടാ ഹൾക്കേ, നീ ഇവിടെ ഉണ്ടാ? ഒരു മിനിറ്റ്, എന്നെപ്പോൾ ആര് വിളിച്ചല്ലോ? സൗണ്ട് കേട്ടിട്ട് അളിയൻ്റെ മോളെ പോലെ തോന്നുന്നുണ്ട്. എടാ ഹൾക്കേ, ഇത് ഞാനാടാ, നിന്റെ അളിയന്റെ മോളിനെയാ. ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നേ. ഏ, അളിയൻ്റെ മോളെ, നീ വന്നാ? എനിക്ക് പിന്നെ അറിയായിരുന്നു നീ എന്നെ എന്തായാലും രക്ഷിക്കാൻ വരുന്നു. അല്ല, എന്താ പ്ലാൻ? നീ എന്നെ എങ്ങനെ രക്ഷിക്കാൻ പോണേ? എടാ ഹൾക്കേ, നീ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചോളാം. അതിനു മുൻപേ ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളെ പൊട്ടം കളിപ്പിക്കണം. ഹലോ സാറേ, സാറേ, അതെ. ഏ, നീ ആരാണ്? എന്താ അവിടെ? ഹലോ സാറേ, അതെ, ചെറുതായിട്ട് പണിപ്പാളി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. എന്റെ പിന്നാലെ കുറച്ച് ഗുണ്ടകള് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അവരിപ്പോ ഏത് സമയത്തും എന്നെ കൊന്നളയും. സാറേ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. മോളെ, അതെ, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇത് കണ്ടില്ലേ, ലോക്കപ്പിൽ ഒരാൾ കൊടുക്കുന്നുണ്ട്. അത് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാ. ഇന്ന് അവന് വധശിക്ഷയാ. അവനെ കൊന്നാലേ എനിക്ക് ബാക്കി കാര്യം നോക്കാൻ പറ്റുള്ളൂ. അതൊരിക്കും ഞാനിവിടെ ബിസിയാ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറേ, അതിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനിപ്പോ ലോക്കപ്പിലല്ലേ ഇരിക്കണേ. അവനിപ്പോ എങ്ങോട്ട് പോവാനാ? അവനൊരു സ്ഥലത്തും പോവില്ല. സാറ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ ഗുണ്ടകള് ഏത് സമയത്തും എന്നെ കൊന്നാളയും. പ്ലീസ് സാറേ. ആണോ? എന്നാ ശരി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ആ ലോക്കപ്പിൽ ഇരിക്കണതേ വലിയൊരു ക്രിമിനലാ. അത് പിന്നെ ഹൾക്കാണ്. അവന് പക്ഷേ പവേഴ്സ് ഒന്നുമില്ല.
അതുകൊണ്ട് അവന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. സാറേ, അവനവിടെ നിന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അവൻ പിന്നെ ലോക്കപ്പിലല്ലേ ഇരിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. സാറിപ്പോ ഈ കാര്യം നോക്ക്, ആ ഗുണ്ടാളുടെ കാര്യത്തില് ഒരു തീരുമാനാക്ക്. അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. A few moments later. സാറേ, ആ ഗുണ്ടകള് ഇവിടെ ഉണ്ടായിരുന്നുട്ടാ. ഇപ്പൊ അവരെ കാണാനില്ല. അവരിങ്ങോട്ടേക്ക് പോയേ. സാറേ, അവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ കാണാനില്ല. മോളെ, എനിക്ക് തോന്നണതേ പോലീസിന്റെ വണ്ടി കണ്ടപ്പോ അവര് പേടിച്ചോടിന്നാ. എന്തെങ്കിലും ആവട്ടെ, മോളിപ്പോ തൽക്കാലം സേഫാ. ഹ, ഇതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടുത്തെ പോലീസുകാര് മണ്ടന്മാരാന്ന്. ആ പോലീസുകാരന് മനസ്സിലായില്ല അതൊരു ട്രാപ്പായിരുന്നു എന്ന്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി പോയിട്ടേ ഹൾക്കിനെ രക്ഷിക്കാം. എൻ്റെ കയ്യിൽ പിന്നെ പിസ്റ്റലുണ്ട്. ഈ പിസ്റ്റൽ വെച്ചിട്ട് ആ സെല്ലങ്ങ് തുറക്കാം. എടാ ഹൾക്കേ, ഇത് ഞാനാടാ. ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നേ. ഈ സെല്ലപ്പം നമുക്ക് ഓപ്പൺ ആക്കാം. അതെ, ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കണ്ടാട്ടാ. ഇവിടെ ഇപ്പോൾ പോലീസുകാരൊന്നുമില്ല. ഇതിപ്പോൾ പറ്റിയ സമയാ. വേഗം ഇവിടെ നിന്ന് സ്ഥലം വിട്ടോ. ആ പിന്നെ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. The next day. ഓക്കെ, ഇവിടെ അങ്ങനെ നേരം വെളുത്തേക്കാണ് കേട്ടാ. നമുക്കിനി ന്യൂസ് ഇരുന്ന് കാണാം. ഇന്ന് ആ ഹൾക്കിനെ വധശിക്ഷ കിട്ടാൻ പോവാ. ഇന്ന് ഹൾക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ബ്രേക്കിംഗ് ന്യൂസ്. ഇത്രയും ദിവസം അലമ്പുണ്ടാക്കിയ ഹൾക്കില്ലേ, അത് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാണ് കേട്ടാ. ഇതെങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഒരാൾക്കും മനസ്സിലാവണില്ല. ഇവിടത്തെ പോലീസുകാരൊക്കെ എന്തുട്ടാണാവോ ചെയ്യണ്ടായിരുന്നേ? ഇതെന്തത്? ആ ഹൾക്ക് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെ? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ലല്ലോ. ഇവിടുത്തെ പോലീസുകാർ എന്തൊരു ചെയ്യണ്ടായിരുന്നേ? കിടന്നുറങ്ങായിരുന്ന? താനും നിനക്കറിയാണ്. അത് പിന്നെ എനിക്ക് ചെറുതായിട്ട് അബദ്ധം പറ്റിപ്പോയി. ആ ഹൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല. അതുകൊണ്ട് ഇപ്പം എന്തായി? എനിക്കിപ്പോൾ സസ്പെൻഷൻ കിട്ടിയേക്കാ. ഇനി 4 മാസത്തേക്ക് ഡ്യൂട്ടിയിൽ കയറാൻ പറ്റില്ല. ഞാനിപ്പോൾ എന്തൊരു ചെയ്യുക? അതാലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാ. ആ, നിനക്ക് സസ്പെൻഷൻ കിട്ടിയില്ലേ? നന്നായുള്ളോ? നിനക്ക് അതന്നെ വേണം. ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ ഹൾക്കിനെ പിടിക്കാനായിട്ടേ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. നിങ്ങളെ കൊണ്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. നിനക്ക് സസ്പെൻഷനല്ല, ഡിസ്മിസ്സാ വേണ്ട. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാ? ആ ഹൾക്ക് എങ്ങോട്ടേക്കാ പോയേ? നമുക്കിനി അതിനെ പോയിട്ട് കണ്ടുപിടിക്കണം. ഹൾക്ക് പക്ഷെ അലമ്പുണ്ടാക്കില്ല, കാരണം അവനിപ്പോൾ പവേഴ്സ് ഒന്നുമില്ല. എന്നാലും അവനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അവൻ്റെ കാര്യത്തിലേ തീരുമാനമാക്കണം. എടാ ഹൾക്കേ, നീ ഇപ്പോൾ ഏത് മുക്കിൽ പോയിട്ട് ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടുപിടിക്കും.